വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ക്ഷമിക്കുക, കുറച്ച് 3-4 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാര്യത്തിൽ ഒഫീഷ്യൽ വർക്കിൻ്റെ ബാക്കിൽ കുറച്ച് മീറ്റിംഗൊക്കെ ആയിട്ട് ബോംബെ വരെ പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും ഫുൾ ബാക്ക് ടു ബാക്ക് വർക്കും നാഷണൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയിപ്പോയി. കുറേ ആൾക്കാർ ചോദിക്കുകയുണ്ടായി, വീഡിയോ കണ്ടില്ല, നിങ്ങൾക്ക് ചാർട്ടും ഒരു 1-2 ദിവസം ഇടാനും പറ്റിയില്ല ടെലഗ്രാമിൽ. അല്ലെങ്കിൽ ചാർട്ടെങ്കിലും ഇടുന്നതാണ്, 1-2 ദിവസം ചാർട്ടും ഇടാനുള്ള ഒരു ടൈം കിട്ടിയില്ല. കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടു എന്ന് കാണിക്കാനായിട്ടല്ല ഇടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചിരുന്ന് വർക്ക് ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇടാത്തത്. ബട്ട് പറ്റുന്നിടത്തോളം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് വരാം. അതായത് നമ്മൾ ഓപ്ഷൻ ബയറാണ് അല്ലേ. ഓപ്ഷൻ ബയറും ഓപ്ഷൻ സെല്ലറും ഉള്ള കളിയാണ്. നമ്മൾ നിഫ്റ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് എല്ലാ സ്ക്രിപ്റ്റിനും, അതായത് FNOയ്ക്കും അല്ലെങ്കിൽ നോർമൽ സ്റ്റോക്സിനും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് നല്ലൊരു വൺ സൈഡ് മൂവ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എങ്കിലേ ആ മൂവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ആ മൂവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭയങ്കര ഡസ്പാവും. ഇത് ഇത്രയും പോയല്ലോ, 100-300 പോയിൻ്റ് നിഫ്റ്റിയിൽ നിന്ന് അപ്പ് പോയി. പക്ഷേ നിഫ്റ്റി നമുക്ക് അത് 10-20 പോയിൻ്റിൽ നമ്മൾ ഇറങ്ങിയല്ലോ, അല്ലെങ്കിൽ 150 പോയിൻ്റ് അപ്പ് പോയി, നമ്മൾ ഒരു 20 പോയിൻ്റിനകത്ത് ഇറങ്ങിയല്ലോ. ഇത് എനിക്കും കുറേ പ്രാവശ്യം എൻ്റെ ലൈഫിലും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ 20 പോയിൻ്റ് 30 പോയിൻ്റ് കൊണ്ട് തൃപ്തി നമ്മൾ അടയുമല്ലോ. 20 പോയിൻ്റ് നമുക്ക് കിട്ടി, നമുക്ക് ഡെയിലി കൺസിസ്റ്റൻസ് ആയിട്ട് 20 പോയിൻ്റ് 25 പോയിൻ്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ട്രേഡിൽ കയറുന്ന ദിവസങ്ങളിൽ 25 പോയിൻ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ സാറ്റിസ്ഫൈ എപ്പോഴും നിങ്ങളാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറെ നാളുകൾ നമുക്ക് ട്രേഡിങ്ങിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പം ഈ ഓപ്ഷൻ ബയർ ഓപ്ഷൻ സെല്ലറിന് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഈ റേഞ്ചാണ് ഇവർ ഡിസൈഡ് ചെയ്യുന്നത്. അത് ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ സെല്ലേഴ്സ് ഈ റേഞ്ചിനകത്ത് മാർക്കറ്റിനെ നിർത്താൻ ശ്രമിക്കും. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ഇവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ലർ, ഓപ്ഷൻ സെല്ലറാണ്. ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഓപ്ഷൻ സെല്ലർ ഈ റേഞ്ചിനകത്ത് നിന്നാൽ മാത്രമേ അവർക്ക് പ്രീമിയം മെൽറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ റേഞ്ച് അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് അതിനകത്ത് അവർ മുകളിലും താഴെയൊക്കെ വിറ്റിട്ട് പിയും സിയും ഒക്കെ വിറ്റിട്ട് അവർ നിന്ന് കളിക്കും. ഇത് വീക്കിലി ചെയ്യുന്ന ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ട്, മന്ത്ലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ക്വാർട്ടർലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ മന്ത്ലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. കാരണം മെൽട്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലുള്ളതുകൊണ്ട് നിഫ്റ്റിയുടെ, അതായത് സേഫായിട്ട് കളിക്കുന്ന ആൾക്കാർ മന്ത്ലി കോൺട്രാക്റ്റ് കയറി അവർ സെല്ല് ചെയ്യും. അപ്പം അതിനും റേഞ്ചിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആ റേഞ്ചിൻ്റെ മുകളിൽ സിയും റേഞ്ചിൻ്റെ താഴെ പിയും വിറ്റാലേ അവർക്ക് മെൽറ്റ് ആവുള്ളൂ, ഓപ്ഷൻ മെൽറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഓപ്ഷൻ മെൽറ്റ് ആവില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് നിഫ്റ്റിയുടെ ഒരാഴ്ചത്തെ റേഞ്ച് എന്നുള്ളത് നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, കഴിഞ്ഞ ആഴ്ചത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റേഞ്ച്. ഓക്കെ, 300 പോയിൻ്റ് റേഞ്ച് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച നമുക്ക് തന്നിട്ടുണ്ട്. 300 പോയിൻ്റ് ഈ റേഞ്ചിനകത്ത് അവർ നിർത്തി എന്നുള്ളതാണ്. അതായത് മുകളിൽ താഴെ 300 പോയിൻ്റ് വന്നതിന് ശേഷം തിരിച്ച് അത് മുകളിലോട്ട് പോയിട്ട് ഈ റേഞ്ചിനകത്ത് നിർത്തിയുണ്ട്. അപ്പോൾ അതായത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച 25,400 ഒരു CE വിറ്റാണ്, മനസ്സിലായില്ലേ, 25,400. അതേപോലെ മൈറ്റ് ബി 25,400 പിയും വിറ്റ് കാണും. മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? കാര്യത്തിൽ ഈ 25,400 സിയുടെയും പിയുടെയും ക്ലോസിംഗ് പ്രൈസ് നിങ്ങൾ നോക്കണം. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച എന്താണ് ക്ലോസിംഗ് നടന്നിരിക്കണമെന്ന് നോക്കണം. ഇത് നടക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യുക, അവർ ഒരു സ്ട്രാങ്കിൾ. സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സ്ട്രൈക്കിൽ ചെയ്യുന്നതാണ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 25,400 ഒരു സി വിറ്റു. അതേപോലെ 25,000 അല്ലെങ്കിൽ 25,100 ഒരു പി അവരങ്ങ് വിറ്റു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സ്ട്രാങ്കിളാണ്. അപ്പോൾ വേറെ സ്ട്രൈക്കിൽ വിൽക്കുന്നതാണ് സ്ട്രാങ്കിൾ. സോ ഈ സ്ട്രാങ്കിൾ അവർ മൈറ്റ് ബി സെല്ല് ചെയ്ത് കാണും കഴിഞ്ഞ ആഴ്ച.
അവർക്ക് നഷ്ടം എപ്പോഴാണ് ഉണ്ടാവുക? നിഫ്റ്റി സ്പോട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇത് രണ്ടിൽ സ്പോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഫ്യൂച്ചർ പോകുമ്പോൾ അവർ പേടിക്കും. മനസ്സിലായില്ലേ? അവർ പേടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ അവരുടെ ലെവലിന് മുകളിൽ പോയാൽ അവർ പേടിക്കുള്ളൂ, സ്പോട്ട് അവർ പേടിക്കില്ല. കാരണം വെച്ചാൽ അവർ ഫ്യൂച്ചറിലാണല്ലോ വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് ഹെഡ്ജിങ് ഉള്ള പർപ്പസിൽ ചെയ്യുന്നത്. സോ ഇതാണ് ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ റേഞ്ചിനകത്ത് നിർത്തി അവർ കളിക്കുകയാണ്. ഇത് നിങ്ങൾ വീക്ക്ലി അനാലിസിസ് ചെയ്ത് നിങ്ങൾ ഡെയിലി നമ്മൾ ഇൻട്രാഡേ മാത്രമേ ചെയ്യാറുള്ളൂ, അതിനെക്കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കാറുള്ളൂ. എങ്കിലും വീക്ക്ലിക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് എങ്ങനെയാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കോളൂ. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ഇതൊരു എന്താ പറയുക, മൾട്ടി ഡേ ലോ എന്നൊരു സംഭവമുണ്ട്. അതായത് ഇന്നലത്തെ ലോ ഇവിടെ ഉണ്ട്, അതേപോലെ അതിന് മുന്നേ ഉള്ള ഒരു ലോ ഇവിടെ ഉണ്ട്. അതായത് 16-ാം തീയതിത്തെ ലോ അതിൻ്റെ താഴെയുണ്ട്. അതേപോലെ ഇവിടെ ഒരു ലോ ഉണ്ട്. ഇവിടെ 15. അപ്പോൾ ഇതൊരു മൾട്ടി ഡേ ലോ അടുത്തടുത്ത് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുമോ? ബ്രേക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുക, എന്നിട്ട് എവിടം വരെ ആയിരിക്കും പോണത്? അതാണ് നമ്മൾ താഴെ ഉള്ള ഒരു ലെവൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഷോർട്ട് റേഞ്ചാണ് എന്നുള്ളത്. വളരെ സ്ലോ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാര്യം ചില IV ഒക്കെ വളരെ കുറഞ്ഞ് നിൽക്കുകയാണ്. അതേപോലെ സ്ട്രാഡിലാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. 25,200ൻ്റെ സ്ട്രാഡിലാണ് അവർ, അത് വെച്ചിട്ടുള്ള കളിയാണ് അവരിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ട്രേഡിംഗ് ദിവസം വെള്ളിയാഴ്ച അവരെന്താ ചെയ്യുക വെച്ചാൽ 25,200ൻ്റെ സ്ട്രാഡിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ഈ 25,380ൻ്റെ അവിടെ ഇതുണ്ട്, ഈ ഗ്യാപ്പ് ഉണ്ടോ? 380നും ഈ 420 അടുപ്പിച്ച് ഒരു ഗ്യാപ്പ് ഇവിടെ കിടപ്പുണ്ട്. സോ ഈ ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാനുണ്ട് അവർ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എവിടെ ഓപ്പൺ ആകണം, ഓപ്പൺ ആയതിനു ശേഷം എങ്ങനെ പ്രതികരിച്ചാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോളിൽ നിന്ന് 130നും 135നും ഇടയ്ക്കാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. അതും നോക്കുക, നമ്മുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.